ശരണ്യ, വലിയ വിമർശനമാണ്. അത് ആകട്ടെ മറ്റു മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ മാവേലിക്കരയും ചെങ്ങന്നൂരും ഒക്കെ നിലനിർത്താൻ സാധിച്ചു. ഇപ്പോൾ സജി ചെറിയാനെ പോലെയൊക്കെയുള്ള ആളുകൾ നമുക്കറിയാമല്ലോ, ഒരു ടൈമിൽ വലിയ വിവാദമുണ്ടാക്കിയ ആൾ കൂടിയാണ്. ഇപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശം കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞത് അന്ന് പിന്നീട് ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറേണ്ടതായി വന്നു. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിൽ പോലും മണ്ഡലത്തിൽ സ്വാധീനമുണ്ടെങ്കിൽ വിജയിച്ച് കയറാം എന്ന ആ ഒരു വിവരം കൂടിയാണല്ലോ നാസർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അതിശക്തമായൊരു UDF തരംഗമായിരുന്നു, ഒരു നിശബ്ദ തരംഗമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമാണ്. എങ്കിൽ പോലും മണ്ഡലത്തിൽ കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ, സിറ്റിംഗ് മണ്ഡലങ്ങൾ, അവിടെ നിലനിർത്താമായിരുന്നു എന്ന് പറയുമ്പോൾ ആ പൊളിറ്റിക്സിനെ എങ്ങനെയാണ് നമുക്ക് കാണേണ്ടതായി വരുന്നത്? ഇതിൽ പാർട്ടിക്കകത്ത് വലിയ അസ്വാരസ്യങ്ങൾ അത് നാസറിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഉയരാൻ സാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതായത് ഇങ്ങനെ ഒരു തരംഗമുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിന് മുൻപ് തന്നെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ 3 മണ്ഡലങ്ങൾ, അതായത് അരൂരും കായംകുളവും അമ്പലപ്പുഴയും സിറ്റിംഗ് MLA മാർ തുടർന്നാൽ പരാജയപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഒരു ഘട്ടത്തിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, നാസർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിംഗ് MLA മാർ മത്സരിച്ചാൽ മതി എന്നൊരു പൊതു തീരുമാനം സംസ്ഥാനത്ത് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ആ തീരുമാനം ഇവിടെ അംഗീകരിക്കേണ്ട വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സിറ്റുവേഷൻസ് മറ്റൊന്നായിരുന്നുവെങ്കിൽ പോലും ആ തീരുമാനം അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാതെ പറയുന്നത് എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. മറ്റൊന്ന്, ഈ നേരത്തെ നാസർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ഇടങ്ങളിൽ നിസ്സംഗത, പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ നിസ്സംഗത ഉണ്ടായിട്ടുണ്ട്. ആ നിസ്സംഗത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, അതായത് റിസൾട്ടിൽ പരാജയത്തിലടക്കം പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നാസർ പറയുന്നത് അത് അങ്ങനെയല്ല, പ്രവർത്തകരെ കുറ്റം പറഞ്ഞത് ഒഴിയാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല, മറിച്ച് 5 ലക്ഷത്തിൽ പരം വോട്ടുകൾ ആലപ്പുഴ ജില്ലയിൽ പാർട്ടി പോൾ ചെയ്തിട്ടുണ്ട്. അത് CPM പ്രവർത്തകരുടെ കൃത്യമായ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ആ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഈ ദയനീയ പരാജയം സംഭവിച്ച മണ്ഡലങ്ങൾ, സിറ്റിംഗ് സീറ്റുകളിൽ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് പാർട്ടിയുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാസർ വ്യക്തമാക്കുന്നത്. അതായത് സംഘടന വളർത്തുക എന്നുള്ളത് അവരവരുടെ ഉത്തരവാദിത്തമായി കരുതിയില്ല, മറിച്ച് സ്വയം വളരാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് CPMന്റെ സംഘടനാ സംവിധാനം ഈ മണ്ഡലങ്ങളിൽ ദുർബലമാകുന്ന സാഹചര്യത്തിലേക്ക് ഈ ജനപ്രതിനിധികളുടെ ഇടപെടൽ വഴിവെച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇതിന് തിരിച്ച് മറുപടി വരും. നമുക്കറിയാം, പരാജയത്തിന് ശേഷം ആദ്യ പ്രതികരണം വന്നത് കായംകുളത്ത് സിറ്റിംഗ് MLA ആയ U പ്രതിഭയുടെ ഭാഗത്തു നിന്നാണ്. ഈ നാസർ അടക്കമുള്ള ആളുകൾ കായംകുളത്ത് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ മാറ്റി മത്സരിപ്പിക്കണം. KH ബാബുജാനെ ആയിരുന്നു അവിടെ ആദ്യ പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മാറ്റി പരീക്ഷണം വേണം, പ്രത്യേകിച്ച് അത് CPMന് മാത്രമല്ല, സിറ്റിംഗ് MLA എന്നുള്ള പരിഗണനയല്ല, മറിച്ച് പാർട്ടിക്കും ഒപ്പം തന്നെ വോട്ടർമാരെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളെ വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ കാര്യങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ്. മറ്റ് നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് താഴത്തേക്ക് അത് പാലിച്ച് മതിയാകും. അതായത് ജില്ലയിൽ അഭിപ്രായത്തിന് വില കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് കുട്ടനാട് സംഭവിച്ചത്. CPM ജില്ലാ സമ്മേളനത്തിലടക്കം കുട്ടനാട് സീറ്റ് തിരിച്ചെടുക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അങ്ങനെ ഒരു ചർച്ചകൾ പോലും വേണ്ട എന്ന് പറഞ്ഞതിന് വിരാമം ഇടുകയായിരുന്നു. വലിയ പരാജയം കുട്ടനാട്ടിൽ ഉണ്ടായി എന്ന് തന്നെ പറയാം. ഇനി ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരുപക്ഷെ CPM ആ സീറ്റ് ഏറ്റെടുത്താൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അമ്പലപ്പുഴയിൽ നോക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയിൽ 47,000 വോട്ടുകളാണ് CPMന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ അത് 62,000-ന് മുകളിലായിരുന്നു. അപ്പോൾ ഈ 8,000-ഓളം വോട്ടുകൾ, അല്ലെങ്കിൽ അത്രയും അധികം അതിനോട് അടുത്ത് നിൽക്കുന്ന വോട്ടുകൾ അവിടെ മറിഞ്ഞിട്ടുണ്ട്. അതായത് കേരള വോട്ട് വരെ ചോർച്ച ഉണ്ടായ സാഹചര്യം അമ്പലപ്പുഴയിൽ ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര കടുത്ത മത്സരം നടന്ന സ്ഥലത്തും MLAക്ക് വോട്ട് പാർട്ടി കേഡർമാരിൽ നിന്നുൾപ്പെടെയുള്ള വോട്ടുകൾ ലഭ്യമാകാത്തത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഉയർന്നിൽക്കുന്നു. ഈ പരാജയം സംഭവിച്ച ഇടങ്ങളിലെല്ലാം തന്നെ പാർട്ടിയും MLAമാരും തമ്മിൽ പുറമെ ഐക്യമുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അതില്ലായിരുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് നേതൃത്വത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് നാസർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മണ്ഡലങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
ചോദിക്കുന്നുണ്ട്. ഇത്ര വലിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ചേർത്തലയിൽ പി പ്രസാദ് ഭൂരിപക്ഷം ഉയർത്തി, ഒപ്പം തന്നെ ചെങ്ങന്നൂർ പിടിച്ചു നിന്നു, അതോടൊപ്പം മാവേലിക്കരയും പിടിച്ചു നിന്നു. അപ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ അവരുടെ MLA മാർ വ്യക്തമായൊരു ഇടപെടൽ നടത്തുകയും അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വിജയിച്ച് കയറാമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് സംഭവിച്ചില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിൽ ഒരു കേസ് ആലപ്പുഴ മണ്ഡലം മാത്രമാണ് അത്തരത്തിലൊരു ആരോപണത്തിന് വിധേയമായി നിൽക്കാത്തത്. കാരണം അവിടെ വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു. വ്യത്യസ്തനായ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം ഇറക്കി, അവിടെ മറ്റൊരു തരത്തിലുള്ള മത്സരം, ഇടതുപക്ഷമല്ല UDF ഇറക്കി മറ്റൊരു തരത്തിലുള്ള മത്സരം കൊണ്ടുവന്നു. പക്ഷേ ബാക്കിയുള്ള 3 സിറ്റിംഗ് സീറ്റുകളിലും ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സിറ്റിംഗ് MLA മാർ കൊഴിഞ്ഞു നിൽക്കാനാവില്ല എന്നുള്ളതാണ്. ഇനി ഇവർ എങ്ങനെ പ്രതികരിക്കും ഇതിനോട് എന്നുള്ളതും വരുന്നു. അതായത് ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ തന്നെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നിരീക്ഷണം ഉണ്ടാകുമ്പോൾ അവിടെ ഇനി പരാജയപ്പെട്ട നേരത്തെ MLA ആയിരുന്നവർക്ക് എന്താണ് പറയാനുള്ളത്? സ്വാഭാവികമായും പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരും എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആലപ്പുഴയുടെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. MLA മാരുടെ തോൽവിക്ക് അവർ തന്നെയാണ് കാരണക്കാർ, പാർട്ടിയെ ശിഥിലമാക്കുകയാണ് ചെയ്തത്, ജനകീയമായൊരു അടിത്തറ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ MLA മാർക്ക് എന്തു മറുപടിയാണ് പറയാൻ ഉള്ളത് എന്നതും മറ്റ് ഭാരവാഹികൾക്കും നേതൃത്വത്തിനുമൊക്കെ എന്ത് നിലപാടാണുള്ളത് എന്നതും പ്രധാനപ്പെട്ടതായി മാറും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.